എൻ്റെ പേര് സമീർ, ഇതെൻ്റെ വൈഫാണ് നസീബ സമീർ. നമ്മൾ കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി പറശ്ശിനിക്കടുത്ത് അവിടെ നിന്ന് വരുന്നവരാണ്. വൈഫിനെ സംബന്ധിച്ചിടത്തോളം ഇവരെ ട്യൂമറായിരുന്നു ഉണ്ടായത് ബ്രെയിനിൽ. ബിഫോർ 2 ഇയർ 2 സർജറി കഴിഞ്ഞു. പിന്നെ മൂന്നാമത്തെ ആവശ്യം കൂടി വന്നപ്പോൾ നമ്മൾ എൻക്വയറി ചെയ്തു എവിടെയാണ് നല്ല ഡോക്ടർ, ഏതാണ് നല്ല ഹോസ്പിറ്റൽ. കണ്ണൂർ മുതൽ ഇപ്പം പാല വരെ. അവസാനം എത്തിപ്പെട്ടത് പാലയിലെ മെഡിസിറ്റിയിൽ സരീഫ് സാറിൻ്റെ അടുത്ത് എത്തിപ്പെട്ടത്. തലച്ചോറിലെ മുഴകൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് പേടിയായി. പക്ഷെ 2 തവണ തലച്ചോറിൽ ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ വീണ്ടും മുഴ വളർന്നു വരികയാണെങ്കിൽ എന്ത് ചെയ്യും? തലച്ചോറിന്റെ പുറകിൽ ചെവിക്കും തലയോട്ടിക്കും ഇടയിൽ CP ആംഗിൾ എന്ന് പറയുന്ന ഭാഗത്ത് വളർന്നു വരുന്ന മുഴകൾ അപൂർവങ്ങളാണ്. അങ്ങനെ വരുന്ന മുഴകൾ 1 തവണ ഓപ്പറേറ്റ് ചെയ്തു, 2 തവണ ഓപ്പറേറ്റ് ചെയ്തു, വീണ്ടും വളർന്നു വരികയാണെങ്കിൽ അതിന്റെ ചികിത്സ എന്ന് പറയുന്നത് വീണ്ടും ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ രോഗി ഞങ്ങളുടെ അടുത്ത് വരുന്നത്. ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കി തന്നു ഡോക്ടർ, വരച്ച് കാണിച്ചു നിങ്ങളുടെ പ്രോബ്ലം ഇന്നതാണ്, ഇനി ആഫ്റ്റർ സർജറി ഇങ്ങനെ ഉണ്ടാവുക, അങ്ങനെ ഒരു ആത്മവിശ്വാസം നമുക്ക് തന്നു സാർ. അപ്പൊ അതിൽ നമുക്ക് 100%. നമ്മൾ ഫസ്റ്റ് ഇവിടെ വന്ന് തന്നെ അന്വേഷണത്തിന് വേണ്ടി വന്നതാണ് സാറിൻ്റെ അടുത്ത്. പക്ഷെ സാറിന്റെ ആ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരണം തന്നപ്പോഴും നമുക്ക് അത്രയും ഒരു കോൺഫിഡൻസ് സാറ് തന്നു, ഇത് ശരിയാക്കാൻ പറ്റുന്നതാണ് എന്നുള്ള രീതിയിൽ. മറ്റുള്ള ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച്, മറ്റുള്ള ഡോക്ടറെ അപേക്ഷിച്ച് സാറ് നമുക്ക് അത്രയും ഒരു കോൺഫിഡൻസ് തന്നപ്പോൾ നമ്മളത് സമ്മതിച്ചു. ഇവർക്ക് തലച്ചോറിൽ വെള്ളം കിട്ടുന്നതായി കണ്ടതുകൊണ്ട് അവർക്ക് ആദ്യം തന്നെ 2 സ്റ്റേജിലുള്ള ട്രീറ്റ്മെന്റുകളാണ് നമ്മൾ കൊടുത്തത്. ആദ്യം തലച്ചോറിൽ വെള്ളം കിട്ടുന്നത് കുറയ്ക്കാനുള്ള VP ഷണ്ട് എന്ന് പറയുന്ന ഒരു ചെറിയ ട്യൂബ് ഇടുകയും അതിനുശേഷം ഡിസ്ചാർജ് ആക്കി റീഅഡ്മിറ്റ് ചെയ്ത് ബ്രെയിൻ ട്യൂമറിന്റെ തന്നെ ചികിത്സ ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുകയായിരുന്നു ഉണ്ടായത്. ബ്രെയിൻ ട്യൂമർ നമ്മൾ റിമൂവ് ചെയ്ത് ന്യൂറോ നാവിഗേഷന്റെ സഹായത്തോടുകൂടി ട്യൂമറിനെ പൂർണ്ണമായും നീക്കം ചെയ്യുന്ന രീതിയിലുള്ള സർജറിയാണ് നമ്മൾ ചെയ്തത്. അതിനുശേഷം വേഗം തന്നെ നമുക്ക് രോഗിയെ ICUവിൽ നിന്ന് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനും റീഹാബിലിറ്റേഷനും ഫിസിയോതെറാപ്പിയും സ്റ്റാർട്ട് ചെയ്യാനും സാധിച്ചു. അവര് പെട്ടെന്ന് തന്നെ നടക്കാനും അവരുടെ നോർമൽ ആയിട്ടുള്ള ജീവിത രീതിയിലേക്ക് വരാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ തുടർച്ചയായിട്ടുള്ള റീഹാബിലിറ്റേഷനും ഫിസിയോതെറാപ്പിയും കാര്യങ്ങളും കൊണ്ട് അവർക്ക് മുമ്പോട്ടേക്ക് സ്വാഭാവികമായിട്ടുള്ള ജീവിതം തന്നെ നയിക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പം സർജറിക്ക് ശേഷം നമ്മൾ 100% സാറ്റിസ്ഫൈഡ് ആണ്. ഒന്ന് സാറിൻ്റെ ആറ്റിറ്റ്യൂഡ്, സാറ് നമ്മുടെ അടുത്തുള്ള ആ ഒരു സമാധാനം, പിന്നെ അതുപോലെ ഇവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ ക്രമീകരണങ്ങൾ, അതുപോലെ നേഴ്സുമാരുടെ ആറ്റിറ്റ്യൂഡ് ഒക്കെ, എല്ലാവിധ സർവീസും നമുക്ക് 100% നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. ഞങ്ങൾ വന്നത് തന്നെ കണ്ണൂരിൽ നിന്നാണ്. ഇപ്പോൾ പറഞ്ഞല്ലേ, ഞാൻ ഇത്രയും ദൂരം വരണമെങ്കിൽ അത്രയും നല്ല സർവീസ് ആയിരുന്നു. വളരെ സന്തോഷം. രോഗത്തെ പറ്റിയും അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ സാറ് പൂർണ്ണമായി വിശദീകരിച്ചു തന്നു നമുക്ക്. എനിവേ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു മെഡിസിറ്റി.